ദേവിക, എന്റെ മോൻ മരിച്ചിട്ടില്ല. മാഡം, മാഡത്തിന്റെ നാവിൽ നിന്നും ഇത് കേൾക്കാനാ ഞാൻ വന്നത്. മരണപ്പെട്ടു എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് മകനുമൊത്ത് കുറെ കാലം മാഡം ഇവിടെ ജീവിച്ചു. പക്ഷെ അവസാനം നന്ദുവിനെ കൊടുക്കാൻ ചെയ്ത നാടകകഥ പുറത്താവുമെന്ന് വന്നപ്പോ അവനെ നാട് കടത്താൻ തീരുമാനിച്ചു. അവൻ ഋഷി ഇപ്പൊ എവിടെയാ മാഡം? അറിയില്ല അല്ലേ? ഇല്ല, എന്റെ മോനെ കാണാനില്ല. അതിന്റെ വേദനയിൽ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോ നമ്മളിപ്പോ തുല്യ ദുഃഖിതരാ. മകനെ നഷ്ടപ്പെട്ട അമ്മയും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയും. നന്ദു ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിരിക്കുന്നു. മാഡവും ഋഷിയെ പ്രതീക്ഷിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. നമ്മൾ രണ്ടു കൂട്ടരുടെയും കാത്തിരിപ്പിന് ഒരവസാനം ഉണ്ടാക്കാനാ ഞാൻ എത്തിയിരിക്കുന്നത്. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു എന്നാ ഈ പറയുന്നേ? ഞാൻ നന്ദുവിനെ കണ്ടെത്താൻ പോലീസിൽ പരാതിപ്പെട്ട് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പരാതി കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, ഞാനും മാഡവും. എന്താ മാഡം, പരാതികൾ നമ്മൾ തമ്മിലല്ലേ കൈമാറേണ്ടത്? നന്ദുവിനെ കിട്ടാൻ ഞാൻ മാഡത്തിന് പരാതി തരണം. ഋഷിക്ക് വേണ്ടി മാഡം കംപ്ലൈന്റ് തരേണ്ടത് എനിക്കും. എന്താ നീ പറയുന്നേ? ഋഷിയെ തെരഞ്ഞ് കഷ്ടപ്പെടണ്ട. ഒരിടത്തും പരാതി കൊടുക്കുകയും വേണ്ട. ഞാൻ തരും മാഡത്തിന്റെ മകനെ. ദേവിക്ക്, നീ എന്തൊക്കെയാ പറയുന്നേ? മാഡം പറഞ്ഞത് ശരിയാ. ഋഷി ജീവനോടെയുണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെയുണ്ട്. അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ മാഡം. ഋഷിയുടെ മരണം കേട്ടിട്ടും ഞെട്ടാത്ത ആള് ദാ ഇപ്പൊ ഞെട്ടുന്നു. ഋഷി? മാഡം പേടിക്കണ്ട, ഞങ്ങളുടെ കസ്റ്റഡിയില് അവൻ സേഫ് ആയിട്ടിരിക്കുന്നു. എന്താടി, എന്താ നീ പറയുന്നേ? മാഡം ടെൻഷൻ ആവണ്ട, കൂൾ ഡൗൺ. പറഞ്ഞില്ലേ, നാട് വിടാൻ ഒരുങ്ങിയിറങ്ങിയ ഋഷിയെ ഞങ്ങൾക്ക് പൊക്കേണ്ടി വന്നു. കിടന്ന് ബഹളം വെച്ചപ്പോഴേ ചെറുതായിട്ട് പൊട്ടിക്കേണ്ടിയും വന്നു. എടി, നീ എന്റെ മോയെ തട്ടിക്കൊണ്ടുപോയിന്നോ? നിന്നെ ഞാനുണ്ടല്ലോ. ഏയ്, ഋഷി സേഫ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷിക്കല്ലേ മാഡം വേണ്ടത്? പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് കരുതണ്ട. ഞാൻ ഇന്നേ വരെ മാഡത്തോട് കള്ളം ഒന്നും പറഞ്ഞിട്ടില്ല, ആണല്ലോ? ഋഷിയെ നിങ്ങൾ എവിടെ വെച്ചാ? എയർപോർട്ടിൽ നിന്ന് തന്നെയാ പൊക്കിയത്.